ദിവസം രാവിലെ ഹോട്ടലില് താമസിച്ച ഹോട്ടലിൽ തന്നെ കേട്ടോ. നേരാ ഫുഡ് കഴിക്കാൻ പോയി. രാവിലെ ചായ കുടിക്കണം. മക്കളെ വണ്ടിയുടെ അടുത്തുണ്ട്. കേറാം. റെഡി ആയിക്കൊണ്ടിരിക്കണം. നല്ല ആംബിയൻസ് ഹോട്ടൽ കേട്ടോ. കാര്യങ്ങള് പോകാ കയറി കഴിഞ്ഞ് ഇത് നേരെ വണ്ടി എടുക്കുക അടുത്ത സ്ഥലത്തേക്ക്. രണ്ടാമത്തെ ദിവസം നേരെ വാഗമണ്. ഞാൻ അഞ്ചുരുളി പോയിട്ട് നേരെ വാഗമണ്. ഫുഡ് എടുത്തോ? ഉച്ചയ്ക്ക് വാഗമണ്. ഇതിന് കൂടുതൽ സ്ഥലങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ജസ്റ്റ് നേരെ വാഗമണ്ണിൽ പോയിട്ട് 2 സ്ഥലങ്ങൾ മതി എന്ന് പറഞ്ഞു. അപ്പോ ഇത് നേരെ പിന്നെ പൈൻ ഫോറസ്റ്റും തങ്ങൾപ്പാറയും മതിയാണ് ഇവര് പറഞ്ഞത്. മോളെ മുമ്പിൽ അഞ്ചുരുളി കണ്ടിട്ടല്ലേ ഇതിൽ നമുക്ക് നേരെ രണ്ടാം ദിവസം ആദ്യത്തെ സ്ഥലമായി അഞ്ചുരുളി കേട്ടോ. ഇവിടെ ഉള്ളത് നല്ല വ്യൂ ആണ്, കാര്യങ്ങളാണ്. പാക്കേജർ ഇതാ ചേട്ടാ, ഒരായി പറഞ്ഞാളി. നല്ല സ്ഥലം കേട്ടോ, അടിപൊളി. വെള്ളമുള്ള സമയമായതുകൊണ്ട് ആർക്കും അങ്ങോട്ട് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ മുന്നോട്ട് പോയിരുന്നു. നേരെ വെള്ളം വന്ന് ചാടുന്ന കേട്ടോ. അടിപൊളി സ്ഥലമാണ്. ഇപ്പൊ നല്ല വെള്ളം അവിടെ, നല്ല ഒഴുക്കും കാര്യങ്ങളുണ്ട്, നല്ല തണുപ്പുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പൊ വെള്ളമുള്ള സമയം ആയത് കൊണ്ടാണ്. മുറിവേറ്റു സലഭമേ നിറനേറാം ഞാനരികെ തുണേകാനരികെ ഇന്നോ ഞാനകലെ പരലോകം കാണാൻ നീങ്ങുന്നേ കരയാൻ വയ്യ നിന്നെ പിരിയാൻ വയ്യ വിധിയില്ലാവരനായി അകന്നു ഞാൻ പരകാമമായ ലോകത്ത് കനവെല്ലാം കഴിയും ലോകത്ത് കയ്യാമലയാ വായാനിൻ മധുവാൻ ജൂപ്പിറ്റൽ മഴ നനയാം ചന്ദ്രനെ നോക്കിയിരിക്കാം ചൊവ്വേലൊരു മാളിക കെട്ട നിനക്കായി ഞാൻ തിരികെ വരുമോ നീ എന്നരികെ അലയുവാൻ ഇനിയും ഉണരുമോ സ്വർഗങ്ങൾ താണ്ടി നീ. അങ്ങനെ അടുത്തൊരു സ്ഥലത്തെത്തി. വ്യൂ ഒന്ന് പോക്കിലാട്ടുള്ളേ. നല്ല അടിപൊളി ഫുള്ള് പാറകൾ, നല്ല കാറ്റാ. നല്ല കാറ്റ് അറിയുമ്പോ നല്ല കാറ്റൊക്കെ. വൈശാട്ടൻ ആ നിക്കുന്ന നീട്ടണ്ട്. ഹോട്ടലെത്തി. നേരെ കൊണ്ട് മക്കളെ കൊണ്ട് ഫുഡ് കഴിപ്പിക്കാം. വാഗമണ്ണ് ഹോട്ടല്. ആ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ഫുഡ് കഴിച്ചിട്ട് അടുത്ത് തങ്ങൾപ്പാറ, പിന്നെ പൈൻ ഫോറസ്റ്റ്, അങ്ങനെ 2 സ്ഥലം. മുട്ടക്കുന്ന് കേട്ടോ, അത് വാഗമണ്ണിലെ മുട്ടക്കുന്ന്. നല്ല അടിപൊളി വ്യൂ ആണ്, കാര്യങ്ങളാണ്. ആ മക്കള് കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറിയിട്ട് അടുത്ത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. എല്ലാ കണക്കുകളിലേക്ക് ഇവിടെ ടൈം കുറച്ച് ഇതിലേക്ക് പൈൻ ഫോറസ്റ്റിൽ ഇറക്കി വെട്ട കുട്ടികള് കയറാൻ പോവാണ്. രാത്രിയായി. പൂട്ടി പൈൻ ഫോറസ്റ്റ് ഒക്കെ, കടകളൊക്കെ പൂട്ടി. നേരതാ എടുക്കാൻ വന്നിട്ട് ഇത് കയറിക്കൊണ്ടിരിക്കാട്ടോ. ഈരാറ്റുപേട്ട ടൗൺ എത്തിട്ടോ. ടൗൺ എത്തിയിട്ട് ഭക്ഷണം കഴിക്കണം. ചേട്ടാ ഭക്ഷണം കഴിക്കണ്ടേ? മന്തിയല്ലേ?
അതാ ഹോട്ടല് ആടെയാണ്, ഹോട്ടലിലേക്ക് പോവാണ്. ഇനി നേരെ ഹോട്ടലിൽ ചെന്നിട്ട് കേട്ടോ അതിലേക്ക് കയറുകയാണ്. അടിപൊളി ഹോട്ടലാണ്. ഏകദേശം രാവിലെ ഒരു 5-5:30 മാക്സിമം ഒരു 6 മണി ആകുമ്പോഴത്തേക്ക് നമ്മള് സ്കൂളിലെത്തി. നമ്മുടെ ഈ ട്രിപ്പ് അവിടെ അവസാനിക്കും. പിന്നെ എല്ലാവരും ഈ ട്രിപ്പിൽ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഹാപ്പി ഉഷാറാണ്. ആ ഹാപ്പി മന്തി കൊണ്ടുപോയോ? ഞങ്ങൾക്ക് രാത്രി നല്ല കഞ്ഞിയാന്ന് നോക്കിയിട്ടില്ലേ? അപ്പോഴേ പിന്നെ ഈ ടൂറിനെ പറ്റി ചിലർക്ക് നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, ചിലർക്ക് മോശപ്പെട്ട അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും. ഈ ട്രിപ്പിൽ കുറച്ചും കൂടി ഒരു സെറ്റാകുന്ന പല പല അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവരുടെയും ഓരോരോ അഭിപ്രായങ്ങൾ. പിന്നെ നിങ്ങൾ ഈ ഒരു കൂട്ടായ്മ 10ാം ക്ലാസ് പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ് 3 മാസം കൂടി കഴിഞ്ഞാൽ അപ്പൊ ഇതേപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് അപ്പൊ നമുക്ക് എല്ലാവരും ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് നോക്കി പറയാം. എന്താ എല്ലാവരും സെറ്റല്ലേ? എന്താ ആരും ഒരു സെറ്റല്ലേ? എന്താ പാടിനോ? അപ്പൊ നമുക്ക് സാധാരണ ചന്ദ്ര ആരൊന്നും മിണ്ടാത്ത ഞങ്ങളെ ടീച്ചർ ക്ലാസ് എടുക്കുന്ന മാറില്ല. അന്നപ്പോ നിങ്ങൾ എന്തെങ്കിലും ആയിട്ട് ആലോചിച്ച് കൊണ്ടുപോകും. പ്രശ്നമില്ല. ഞാൻ ഇപ്പൊ കുറച്ച് സാറ് കുറച്ച് ടീച്ചറെ ബഹുമാനപ്പെട്ട നമ്മുടെ ടൂർ കോർഡിനേറ്റർ അബിൻ സാർ, പ്രിയങ്കരനായ നജീബ് സാർ, അതിലും പ്രിയങ്കരിയായ ജബീനാമൻ, പ്രിയപ്പെട്ട കുട്ടികളെ, ഈ ബസ്സുമായി ബന്ധപ്പെട്ട 3 പ്രധാന വ്യക്തികളായിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള ഡ്രൈവർ എന്ന് പറയപ്പെടുന്ന നിഖിൽ, വൈശാഖ്, ജിബിൻ, എല്ലാവർക്കും പ്രത്യേക നമസ്കാരം. പിന്നെ നമ്മള് കഴിഞ്ഞ ദിവസം 8-ാം തീയതി 9:30-ക്ക്, അതായത് തിങ്കളാഴ്ച വൈകിട്ട് 9:30-ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു യാത്ര നാളെ ഏകദേശം രാവിലെ 6 മണിയാകുമ്പോഴത്തോടുകൂടെ നമ്മുടെ നാട്ടിലെത്തി വിചാരിക്കണം. തുടക്കം തന്നെ ഞാൻ ഒരു യാത്രയെ പറ്റി പറയുകയാണെങ്കിൽ അതിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയാൻ തന്നെ വേണം. എന്നാലേ നമുക്ക് അടുത്തുള്ള ടൂർ പോകുമ്പോൾ അതിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ, അത് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഒരു ടൂർ എന്ന് പറയുമ്പോൾ ഏറ്റവും വേണ്ടത് കോർഡിനേഷൻ ആണ്. ആ കോർഡിനേഷൻ എല്ലാവരും കോർഡിനേറ്റ് ചെയ്താൽ സഹകരിച്ചാൽ മാത്രമേ ആ ടൂർ ഒരു വിജയമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഏത് മേഖലയാണ്. ഒന്നാമതായിട്ട് ഞാൻ പറയട്ടെ, നമ്മൾ ആ യാത്ര തുടങ്ങുന്നത് ഒരു ബസ്സിലാണ് അല്ലേ? യാത്ര നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം നമ്മളെ ഗൈഡ് ചെയ്യണം. നമ്മുടെ വണ്ടിയിൽ നമ്മുടെ 3 പേരുണ്ട്. അവരെ പറ്റി പറയുകയാണെങ്കിൽ ഇത്രയും സഹകരിച്ച്, അതായത് ഏത് ഭാഗവും കുട്ടികളെ നോക്കുന്ന കാര്യം പോലും അവർ അത്രയും നന്നായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയൊരു കാര്യമാണത്. സാധാരണ അങ്ങനെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല. ആദ്യത്തെ ഒരു അനുഭവമാണ്. അപ്പം അവര് നമ്മുടെ കുട്ടികളെ പോലെ, നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് അവര് പെരുമാറുന്നത് അല്ലേ? അപ്പം ആ ഒരു സ്നേഹം ഞാൻ അവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. പിന്നെ രണ്ടാമതായിട്ട് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ്, നമ്മൾ അവിടെ എത്തിയതിനു ശേഷം കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ നമ്മള് കുറച്ച് ഡിലേ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ കൂടെ അവിടെ എത്തിക്കഴിഞ്ഞപ്പം കുറച്ച് ചെറിയ നമ്മളുടെ ചില ഇഷ്ടക്കേടുകളൊക്കെ ഉണ്ടാവും.
പക്ഷെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യത്തിലായിരുന്നു കുറച്ചൊരു ഡള്ളായിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ബാക്കിയുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഓരോ സ്ഥലത്ത് കഴിച്ചതൊക്കെ നല്ല ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറെക്കുറെ നല്ല തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ അക്കോമഡേഷൻ, അതായത് നമ്മുടെ രാത്രി നമ്മൾ എവിടെ താമസിക്കുന്നത്, അതും ഏറ്റവും വലിയൊരു നല്ല സൗകര്യങ്ങൾ, എല്ലാം കൊണ്ടും നല്ല സൗകര്യമുള്ള റൂമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് പ്രത്യേകം ഞാൻ ഈ സംഘാടകരോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. പിന്നെ പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ആക്ടിവിറ്റീസ് അതില് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ നല്ലപോലെ എൻജോയ് ചെയ്തു. 2 ദിവസവും അവർ നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ട്. അതിന് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ നമ്മളെ ടീച്ചേഴ്സ് ആണെങ്കിലും അവരെ കൂടെ തന്നെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും സമയം വരെ നമ്മൾ അവരുടെ കൂടെ തന്നെയായിരുന്നു. ഒരു പാരന്റ്സ് എന്ന നിലയിലും ടീച്ചേഴ്സ് എന്നതിലും നമ്മൾ അത് അതേപോലെ തന്നെ റോളുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു നല്ലൊരു കോർഡിനേഷനോട് കൂടിയുള്ള ഒരു ട്രിപ്പായിട്ടാണ് എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. പ്രത്യേകം ഞാൻ ബിൻസാറിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇങ്ങനെയൊരു ടൂർ കോർഡിനേറ്റ് ചെയ്യുന്ന പ്രസന്റ് ഇംഗ്ലീഷ് സ്കൂളിലെ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പ്രത്യേകം, അതായത് അവരുടെ സഹകരണം, കുട്ടികൾ നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ട്. പ്രത്യേക സഹകരണത്തിന് എല്ലാ തരത്തിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് പോലെ ഒരു യാത്രയൊക്കെ നമ്മൾ പോകുമ്പോൾ അതിൽ ഉറപ്പായിട്ടും നല്ലതും ഉണ്ടാവും, മോശം വശങ്ങളും ഉണ്ടാവും. എല്ലാ സാധനങ്ങളും നമുക്ക് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന പോലെ നല്ലപോലെ ആയിട്ട് വന്നോളുന്നില്ല. ചില സാധനങ്ങളൊക്കെ നമുക്ക് നല്ലതുണ്ടാവും, ചില അനുഭവങ്ങളൊക്കെ നമുക്ക് മോശമായിട്ട് തോന്നുന്നുണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് ഫുഡ്, നമ്മൾ കോട്ടയം ജില്ലയിൽ വന്നിട്ട് ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ കോട്ടയത്തുള്ള ഫുഡ് കിട്ടുള്ളൂ, നമ്മളെ വീട്ടിൽ ഫുഡ് കിട്ടിക്കാവുന്നില്ലല്ലോ. എന്നാലും അതങ്ങനെ നമുക്ക് മോശമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ആരെയും ബാധിക്കുന്ന രീതിക്ക് മോശമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ട്രിപ്പ് പോകുമ്പോൾ 1-2 സ്ഥലങ്ങൾ കുറഞ്ഞു പോയതോ ഇന്നലെയുള്ള കാര്യങ്ങളൊക്കെ ജീവിക്കാൻ വേണ്ടി ശ്രമിച്ചതോ ആയിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. പ്രധാനമായും ഈ ടൂർ കോർഡിനേറ്ററായിട്ട് ഈ ഒരു 10ാം ക്ലാസ്സിന്റെ ടൂറ് ഇതിന് ഇറങ്ങി പുറപ്പെടുമ്പോ കുറെ കാര്യങ്ങൾ നൗസിഫായിട്ട് മൊത്തം സംസാരം ഉണ്ടായിരുന്നത്. എല്ലാ കാര്യങ്ങളും എവിടെയാണ് എങ്ങനെയാണ് എന്നൊക്കെ അന്ന് നമ്മൾ പോരുന്നതിന് അന്ന് രാവിലെയാണ് എന്നോട് വിളിച്ചിട്ട് പറയുന്നത്, ഞാൻ ഉണ്ടാവില്ല കേട്ടോ, വേറെ 2 ആളാണ് പറഞ്ഞയക്കുന്നത്, ഒന്നുകൊണ്ട് കഴിക്കണ്ട, ഞാൻ എങ്ങനെ ചെയ്യോ അതേപോലെ തന്നെ ചെയ്തോളൂ, ഒന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞ നമ്പർ വിട്ടു. 8:30 കഴിഞ്ഞ ഒരു 8:40 ആയപ്പോ വിളിച്ചിട്ട് വണ്ടി സ്കൂളിലേക്ക് കയറ്റല്ലേ എന്ന് ചോദിച്ചപ്പോ തുടങ്ങിയ ഒന്നാണ്. കുറെ കാര്യങ്ങൾ അതേപോലെ നിങ്ങള് അല്ല, നമ്മുടെ ധൈര്യം അതാണല്ലോ, നിങ്ങള് ധൈര്യമായിട്ട് കയറ്റിക്കളി, ഞാനും പെട്ടെന്ന് അങ്ങനെ പറഞ്ഞ് നിർത്താ. ഇതില് നമുക്ക് ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പലതും പറഞ്ഞൊപ്പിക്കാം. ഈ പറഞ്ഞ പോലെ കോട്ടയമാണ്, നമ്മുടെ നാടല്ല. നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടായിരുന്ന കാര്യം രാത്രിയിലത്തെ സ്റ്റേ ആണ്. അത് നന്നായിട്ടില്ലെങ്കിൽ മൊത്തം ട്രിപ്പ് പോയ പോലെയാണ്. നമുക്ക് താമസിക്കാൻ കിട്ടുന്ന സ്ഥലം ക്വാളിറ്റി ഇല്ലെങ്കിൽ, സേഫ് അല്ലെങ്കിൽ, ഒരു ആംബിയൻസ് ഇല്ലെങ്കിൽ, അത് വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. ആ സ്റ്റേ ഓക്കെ ആയതോടെ തന്നെ പകുതിയോളം ഞാൻ ഓക്കെയാണ്. പ്രധാനമായും ബാക്കി ഭക്ഷണവും കാര്യങ്ങളും യാത്രയും ഒക്കെ അടിപൊളിയായിരുന്നു, ഒരു കുഴപ്പമില്ല. പിന്നെ ഇവര് 3 കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഇയാളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം. ജിബ്രൂട്ടനെ അവസാനത്തില്ല. നമ്മളിങ്ങനെ പോകുമ്പോൾ ഇപ്പം ഇന്നും ഇന്നലെയും ഒക്കെ ആയിട്ട് നമ്മൾ മല കയറാനും അതിനും ഇതിനും ഒക്കെ വേണ്ടിയിട്ട് ഇന്നലെ വൈകുന്നേരം നമ്മൾ മല കയറാൻ പോയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് മുമ്പിൽ വിളിക്കും, പൈസയായിട്ട് വിളിക്കും, സാറേ ഒരു 3 കുട്ടികൾ പറഞ്ഞിട്ടല്ലോ. അപ്പൊ ഈ മൂപ്പരോട് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ, കുഴപ്പമില്ല, നിങ്ങളൊരു കണ്ണ് അതിന്റെ മുകളിൽ ഉണ്ടായാൽ മതി. എന്ത് നമ്മൾ ഇന്നലെ കണ്ടിട്ടുള്ള ഒരു മനുഷ്യനോടാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ 3 കുട്ടികൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അത്രത്തോളം കണ്ട് കുറച്ചായിട്ടില്ലെങ്കിലും അത്രത്തോളം വിശ്വാസം സ്നേഹം തരാൻ കഴിയുന്നുണ്ട്. അത് ഒരത്ര അടിപൊളിയായിട്ട് നമുക്ക് വേറൊരാളെ പോലെ തോന്നാതെ അത്രയും സന്തോഷത്തോടെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര പ്ലസ് ആയിട്ടുണ്ട്. പിന്നെ ഇന്നലെ ജിബ്രോട്ട വലിയ വിവരങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിലും ഇന്ന് രാവിലെ മുതൽ ജിബ്രോട്ട ഞങ്ങളെ മറക്കാൻ സാധ്യത കുറവാണ്. രാവിലെ മുതൽ ജിബ്രോട്ടനെ ഇൻട്രൊഡക്ഷൻ ആയി, ജിബ്രോട്ടനെ പരിചയപ്പെടലായി, ഒരു പാവം പിടിച്ചൊരു തങ്കപ്പെട്ട മനുഷ്യൻ. കുറെ മുതലെടുത്തിരിക്കുന്നു, കുറെ തിന്നിക്കുന്നു. അതുപോലെ ചിരിയിലേക്കാണ്, ഒരു പാവാണ്. എല്ലാവരും അടിപൊളിയായിരുന്നു, നമ്മളെ കൂടെ വന്നവരും എല്ലാം. ഞാൻ പേഴ്സണലി ഭയങ്കര ഹാപ്പിയാണ്. ഇത്രയും ഈ സമയം വരെ ഓടിയതിൽ പേഴ്സണലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒന്നും മോശമായിട്ടില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവും, ചെറുതൊക്കെ. പിന്നെടാ, ഇങ്ങനെ പോരുന്നതിന് മുമ്പ് നിഷാദ് സാർ പറഞ്ഞൊരു കാര്യത്തിന് മുകളിൽ ഞാൻ പറഞ്ഞു പറയട്ടെ. നാളെ
ഈ ടൂറിന്റെ റിപ്പോർട്ട് എന്താണ്, ടൂർ എന്താണ്, എങ്ങനെയാണെന്നുള്ളത് എല്ലാവരും ചോദിക്കും. എങ്ങനെ ഉണ്ടായിട്ടാ നമ്മൾ പറയുന്നതാണ് നമ്മളെ ടൂറിന്റെ റിപ്പോർട്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലത് പറയാം, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മോശം പറയാം. നല്ലതാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ പേഴ്സണലി ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് നല്ല പറയാം. നമ്മൾ പറയുന്നതാണ് വിവരം. വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. താങ്ക് യു. എയ്ത്തിന് സ്റ്റാർട്ട് ചെയ്യുമ്പോ ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു ട്രിപ്പ് കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പേഴ്സണലി ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും സംഭവിക്കാണ്ട് സുരക്ഷിതമായിട്ട് തന്നെ വീട്ടിലെത്തണം എന്ന് പ്രാർത്ഥിച്ച് ആണ് പോകുന്നത്. അപ്പം ഇതുവരെ നമ്മൾക്ക് കുട്ടികളെ കൊണ്ട് ആദ്യം നമ്പർ 1 ആയിട്ട് ഞാൻ പറയുന്നത്, നമ്മളുടെ മക്കള് ഒരു രീതിയിലും നമുക്ക് ഒരു ടെൻഷൻ പോലും ഈ നിമിഷം വരെ ഒരു തന്നിട്ടില്ല. ചില ചെറിയ കാല് അടി പറഞ്ഞത്, അങ്ങനെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവരത് വക വെക്കാണ്ട് നമ്മളുടെ ട്രിപ്പ് വൈബാക്കാൻ വേണ്ടി അവസാനം കളിച്ച DJക്ക് വരെ അവർ രണ്ടുപേരും വന്നിട്ടുണ്ട്. അത് ഞാൻ പ്രത്യേകം പറയാണ്. സോ അവരുടെ കാരണത്താൽ നമ്മളെ ട്രിപ്പിന് യാതൊരു മുടക്കും വരരുത് എന്ന് വിചാരിച്ചിട്ട് അവര് വളരെ കൃത്യമായിട്ട് നമ്മളോടൊപ്പം കൂടി. ഒരാള് പോലും നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടാക്കിയില്ല. താങ്ക് യു സോ മച്ച് മക്കളെ. അതന്നെയാണ് നമ്മളെ ട്രിപ്പിന്റെ ഒരു വിജയം എന്ന് പറയുന്നത്. നമ്മുടെ മക്കൾ നല്ല അടിപൊളി വൈബ് ചെയ്യുന്നു. നമുക്ക് നല്ല പൊള്ളിയായിട്ട് ഇതുവരെ പോയി. ഇനി ഇൻഷാല്ലാ ഒരു കുഴപ്പമില്ലാണ്ട് നമ്മള് രാവിലെ ആകുമ്പോഴേക്കും വീട്ടിലെത്തണം. പിന്നെ എനിക്കൊരു രണ്ടാമത്തെ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നത്, കഴിഞ്ഞ ട്രിപ്പ് പോയത് നൗഫീസ് സാറിന്റെ കൂടെയായിരുന്നു. അപ്പോ ഈ വണ്ടി വരുമ്പോ തന്നെ ഞാൻ സന്തോഷിച്ചു. ഡിവൈൻ തന്നെയാണ്, ബസ് ഓക്കെ സെറ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അടിച്ചു മിന്നിയാണ് നമ്മളെ ബസ് വന്നത്. ഫുൾ വൈബില് ഫുൾ സൗണ്ടിലാണ് വന്നത്. പിന്നെ ബസ് തുറന്നപ്പോ ഡിസപ്പോയിന്റഡ് ആയി. മിസ്റ്റർ നൗസിഫ് ഇല്ല എന്ന് മനസ്സിലായപ്പോ മൂപ്പര് ഭയങ്കര പ്ലാൻഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യം അന്ന് ഹാൻഡിൽ ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് മൂപ്പരിലേക്ക് പോലും നിങ്ങൾ വളരെ ഉഷാറായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് നല്ല വൈബ് ചെയ്യുന്നു. നമുക്ക് ഒരു പുറത്തുള്ള ഒരാളെന്ന് തോന്നിയിട്ടേ ഇല്ല. ഒരു കംഫർട്ടബിൾ ആയിരുന്നു, നല്ല സേഫ് ആയിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു. താങ്ക് യു സോ മച്ച്. നിഖിൽ സാറിന് ആദ്യം അറിയായിരുന്നു, ഓപ്പന മാത്രമേ ഒരു പരിചയം ഉണ്ടായിരുന്നു. പിന്നെ വൈശാഖ സന്ധ്യ ആൻഡ് പിന്നെ എന്ന് പറയുന്ന ജിംറൂട്ടിനാണ് നമ്മളെ താരമായിട്ട് മാറിയത്. പേഴ്സണലി പറയുകയാണെങ്കിൽ ജിംറൂട്ടിനെ മനഃപൂർവ്വം നിങ്ങളെ വേദനിപ്പിച്ചല്ല കേട്ടോ. ആ ഒരു വൈബ് തന്നെ നിങ്ങൾ എടുക്കണം. നിങ്ങളെ ആ വീഡിയോ കാണുമ്പോ ശരിക്കും പറഞ്ഞാൽ മനസ്സിനൊരു ചെറിയൊരു വിഷമം തോന്നി. ചെറിയൊരു ആനന്ദം വളരെ നന്നായിട്ട് പോലും ഇതൊക്കെ എവിടെയോ ഒരു വേദന തോന്നി. അടുത്ത ട്രിപ്പിന് നമുക്ക് ഇതിലും വലിയ ഭാരങ്ങൾ പണിയാമെന്ന പ്രതീക്ഷയിലാണ് ഉള്ളത്. പിന്നെ ട്രിപ്പിന്റെ കോർഡിനേറ്റർ അബിൻ സാറെ ഞാൻ എടുത്തു പറയണം. മക്കള് എന്ത് പറയുന്നു, ഓരെല്ലാ ആഗ്രഹങ്ങളും പറയുന്ന എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരാൻ നിങ്ങളെ അബിൻ സാറ് ശ്രമിച്ചിട്ടുണ്ട്. ഒന്നൊക്കെ ഒരു കുറവും വരുത്തരുതെന്ന് ആ മനുഷ്യൻ അതിയായി ആഗ്രഹിച്ചിട്ടുണ്ട്. പല സമയങ്ങളിലും നോ പറയേണ്ടി വരുമ്പോൾ അബിൻ സാറിന്റെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എനിവേ അതുകൊണ്ടായിരിക്കും മക്കള് നല്ലോണം സഹകരിച്ചു. നമ്മള് ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളോടൊപ്പം വൈബാക്കി നമ്മളെ ബീനാജി നമ്മളെ കൂടെ ഉണ്ട്. പൊളി വൈബില് പച്ചക്കിളി അങ്ങും പച്ചക്കിളി ആയിട്ട് അങ്ങനെ ഓടുന്നുണ്ട്. നജീബാറ് അന്തപ്പിടി പറയേണ്ട ആവശ്യമില്ല. അന്തപ്പിടി വീണ് ഈ ട്രിപ്പ് വൈബാക്കിയതാണ്. പിന്നെ നമ്മളെ